ഹലോ നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുടി തഴച്ചു വളരാനും അകാല നര തടയാനും വേണ്ടി അമ്മ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ കാച്ചെണ്ണയുടെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വേനലായതുകൊണ്ട് എല്ലാം തന്നെ നമ്മളിവിടെ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ നട്ടേക്കുവാണ്. ഇത് കയ്യോന്നിയാണ്. കയ്യോന്നി ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് മുറിച്ചെടുക്കണം. ഇതിന്റെ ബ്രദർ എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ കറ്റാർ വാഴയാണ് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അതും നമ്മളിവിടെ ഗ്രോ ബാഗിൽ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതാണ് നീലയമരി. നീലയമരിയുടെ ഇല എടുക്കുന്നുണ്ട്. അകാല നര തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീലയമരി ചേർക്കുന്നത്. ഇതും നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പൊ അതിന്റെയും കുറച്ച് ഇല കളക്ട് ചെയ്യണം. അടുത്തതായിട്ട് വേണ്ട മൈലാഞ്ചിയാണ്. വേനലായതുകൊണ്ട് തന്നെ വലുതായിട്ട് ഇലയൊന്നുമില്ല നമ്മുടെ മൈലാഞ്ചിയില്. എല്ലാം തന്നെ നമ്മളെ വീട്ടിൽ വളർത്തിയേക്കുന്നതാണ്. പിന്നെ അടുത്തത് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് കഠിനമായ വേനലാണ്. അപ്പൊ അതാണ് ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. മുടിയുള്ള ഒരാളിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ മോനാണ്. മോന്റെ തലമുടി കണ്ടോ? ഞങ്ങളെല്ലാം ഈ കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ ഞാനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്നൊക്കെ എൻ്റെ അമ്മുമ്മയാണ് ഇത് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. എൻ്റെ മോനെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, സ്വിറ്റ്സർലൻഡ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവന് നല്ല നീളത്തിൽ മുടി ഉണ്ടായിരുന്നു. അപ്പൊ അവനൊരു പ്രാവശ്യം അത് കട്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്തിരുന്നു. മുടി വളർത്തുന്ന ആളിന് വലിയൊരു ക്രേസ് ആണ്. മോൾക്കും നല്ല തിക്ക് ഹെയർ ആണ്. പക്ഷെ അവള് വീഡിയോയിൽ വരാൻ വിസമ്മതിച്ചു. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മുടെ എണ്ണയുടെ ഒരു അത്യാവശ്യ ഘടകമാണ്. ഇത് പിന്നെ കൊന്നപ്പൂ ഞാൻ കറിവേപ്പില പറിക്കാൻ വന്നപ്പോ നമ്മുടെ കൊന്ന പൂത്ത് നിൽക്കുന്ന ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. വിഷുവിന് 1-2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണിത്. അതുകൊണ്ടാണ് കണിക്കൊന്ന നിറയെ പൂവായിട്ട് നിൽക്കുന്നത്. മാങ്ങയും പിടിച്ചു നിൽപ്പുണ്ട്. നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മതി കണി കാണാൻ. അത്രയ്ക്കും റെഡി ആയിട്ട് നിൽക്കുവാണ് സംഭവം കേട്ടോ. പക്ഷെ കണിക്കൊന്ന ഞാൻ ഈ എണ്ണയിൽ ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ആണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കറിവേപ്പില ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ ഉണ്ട്. അതുപോലെ മൈലാഞ്ചി ഇലയാണ്. പിന്നെ നീലയമരി, അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നി ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് എണ്ണ ഉണ്ടാക്കുമ്പോൾ അത് ഒരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞായിരുന്നു എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒരലും ഇല്ല. ഇപ്പൊ മിക്സിയിൽ തന്നെ ഇട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലകളെല്ലാം അമ്മ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ വേനലായതുകൊണ്ട് ഇലയിലൊക്കെ നീര് കുറവാണ്. അപ്പൊ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അരച്ചെടുത്ത മിശ്രിതം നമ്മളൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കുറേശ്ശെ ഒരു 2-3 ബാച്ചായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്ത ബാച്ച് അരച്ചെടുക്കണം. ബാക്കിയുള്ള സാധനങ്ങളും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവാണേ. ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. അതിവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു നല്ല വെള്ള തുണിയിലോ അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടിലോ അരിച്ചെടുക്കണം. അരിച്ച് പിഴിഞ്ഞെടുക്കണം. ഇതിന്റെ സത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ എണ്ണ കാച്ചി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഒരു തോർത്തുമുണ്ടിലൂടെ അരിച്ചെടുക്കുവാണ്. നന്നായിട്ട് ഇന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അതിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ആ നീരെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല ബലം പ്രയോഗിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യാനും വയ്യ. അമ്മ അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അമ്മയുടെ കൈക്ക് കുറച്ച് ബലക്കുറവുണ്ട് അത് ഞെക്കി എടുക്കാനായിട്ട്. ഭാഗ്യത്തിന് അപ്പൊ എന്റെ ബ്രദർ വന്നിരുന്നു. അപ്പൊ അത് കാരണം അവൻ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് പിഴിഞ്ഞു തന്നു. അവൻ പിഴിയാൻ തുടങ്ങിയപ്പോ പിന്നെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസി ആയി. പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയി കിട്ടി. നല്ല അടിപൊളിയായിട്ട് അതെല്ലാം തന്നെ ആ തോർത്തുമുണ്ടിലൂടെ ഞെക്കി പിഴിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ജെല്ലെടുക്കണം. കറ്റാർവാഴയുടെ ജെല്ലെടുക്കാനും ബ്രദറാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് അതിനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. അപ്പോൾ ആള് പെട്ടെന്ന് അതെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ലെടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ സൈഡ് നമ്മളൊന്ന് ചീകി കളയണം. സൈഡ് ചീകി കളഞ്ഞിട്ട് അതിന്റെ ഒരു സൈഡിലെ ആ സ്കിന്നിങ് ഇളക്കി മാറ്റിയിട്ട് നമ്മൾ അത് സ്കൂപ്പ് ചെയ്ത് അതിനകത്തെ ജെല്ല് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാ കറ്റാർവാഴയും നമ്മൾ അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ.
കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ സെപ്പറേറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അത് നന്നായിട്ട് അടിച്ച് കിട്ടത്തില്ല, എന്നാലും അത് ഒരുവിധം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതും കൂടി നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന പച്ചിലക്കൂട്ടിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി അടുത്ത് ചേർക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത്രയും കൂട്ടിലേക്ക് നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. എൻ്റെ ബ്രദറിനൊരു മില്ലുണ്ട്, അവന് പൊടികളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. ഈ വെളിച്ചെണ്ണയും സ്പൈസസും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി അവൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് പൊടികളൊക്കെ അവൻ അയച്ചു തരുകയും ചെയ്യും കേട്ടോ. വെളിച്ചെണ്ണ പാഴ്സൽ ചെയ്യില്ല, ഇവിടെ തന്നെ വന്ന് കളക്ട് ചെയ്യണം. ബാക്കി പൊടികളൊക്കെ വേണമെങ്കിൽ ഓർഡർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ നമ്പർ. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഈ നമ്മൾ അരച്ചു വെച്ച ആ പച്ചിലക്കൂട്ടെല്ലാം സെഡിമെൻ്റ് ആകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലായിടവും നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ ഇവിടെ തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. എണ്ണ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, അടിക്ക് പിടിക്കും. നമ്മൾ ഇതിൽ പലതരം പച്ചമരുന്നുകളാണല്ലോ ചേർത്തേക്കുന്നത്, അതുപോലെ ചെമ്പരത്തി പൂവും ഒക്കെ പലതിനും പല പാകമാണ്. അപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ചിലതൊക്കെ ഇതിന്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് എപ്പോഴാണ് ഈ ഇളക്ക് നിർത്തേണ്ടതെന്നും ഈ എണ്ണ എപ്പോഴാണ് തയ്യാറായെന്ന് നമ്മൾ അറിയുന്നതെന്നും ഒക്കെ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അതിനൊരു ടിപ്പുണ്ട്, എണ്ണ തയ്യാറായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെയും കണ്ടു നോക്കണം കേട്ടോ. പിന്നെ മുടി വളരാൻ ഈ എണ്ണ മാത്രം തേച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി പലർക്കും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, അത് ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ മുടിയുടെ വളർച്ചയും അകാല നര തടയുന്നതിനെയും ഒരു പരിധി വരെ ഈ എണ്ണ നന്നായിട്ട് സഹായിക്കും. കാരണം ഞങ്ങളെല്ലാം വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഉപയോഗിക്കുന്ന എണ്ണയാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മുടെ ഇപ്പം ഞാൻ ആക്ച്വലി ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതൊന്നുമല്ല. ഇത് അമ്മ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയ എണ്ണയാണ്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ വരുമ്പോൾ അമ്മ ഇങ്ങനെ എണ്ണ കാച്ചി തന്നയക്കാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കാറുമുണ്ട്. ഇതിപ്പോൾ കാച്ചി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫ്രീസ് ചെയ്യും. അങ്ങനെ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യുന്ന എണ്ണ നമ്മൾ പാക്കിങ്ങിന്റെ, അതായത് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എടുത്ത് നമ്മുടെ ലഗേജിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും നമ്മളത് ഫ്രീസർ ബാഗിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ലീക്ക് ആകാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് ഫ്രീസർ ബാഗിൽ വെച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ സാധാരണ വെളിച്ചെണ്ണയും കൊണ്ടുപോകാറുണ്ട്, അതുപോലെ തന്നെ ഈ കാച്ചെണ്ണയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അത് ഉപകാരപ്രദമാകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അത് മൂത്ത് വരുന്നതിന്റെ ലക്ഷണമാണ്. അതിന്റെ തിളയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ തിളയൊക്കെ നിന്നു, എണ്ണയുടെ തിള നിന്നിട്ടുണ്ട്. അടിയിൽ നമ്മുടെ ആ പച്ചലയുടെ കൂട്ടൊക്കെ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് ഈ എണ്ണ ആയോന്ന് അറിയണല്ലോ. അപ്പൊ പാകമായോന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുകളിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുവാണ്. ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ ജീരകം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ എണ്ണ തിളച്ച് മൂത്ത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റേണ്ടത്. അപ്പം നമ്മുടെ കിടുക്കാച്ചി കാച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വാസനയുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്ത് നിങ്ങൾ എണ്ണ കാച്ചാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ എണ്ണയുടെ ശരിക്കുള്ള ഗുണം കിട്ടുന്നത്. അപ്പം നമ്മുടെ എണ്ണ തണുത്ത് കഴിഞ്ഞപ്പോൾ അത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ 2 കുപ്പി എണ്ണ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.